വക്കീൽ സാറേ, എന്താണാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കേടത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ. ബാറുകളുടെ ഉദ്ഘാടന റാണിയും ബാറുകളുടെ ഡാൻസറും ബാറുകളുടെ സിംഗറും ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ താരവും എല്ലാ താരവുമായ രേണു സുധി ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞെക്കി പൊട്ടിച്ചവരുടെ എണ്ണസംഖ്യ 762 ആയിരിക്കാണ് പൊന്നാര സുഹൃത്തുക്കളെ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്. ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. നീ പൊന്നു മോളെ രേണു, നീ കുറെ ആയാലോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഞാനൊന്ന് നിന്നോട് ചോദിച്ചോട്ടെ, നിനക്ക് 10 പൈസ മാനോ 10 പൈസ ഉളുപ്പോ വല്ല ഉണ്ടായിരുന്നെങ്കിൽ നീ ഇമാതിരിയുള്ള വർത്താനം പറഞ്ഞിട്ട് വരില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, നിനക്കിപ്പോ പണത്തിന്റെ ഹൂങ്ക് തലക്കടിച്ച് കിടക്കുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ പഴയ രേണു എന്നല്ല, പണ്ടൊരു രേണു ഉണ്ടായിരുന്നു. അയ്യോ പാവം, സുധിച്ചേട്ടന്റെ സ്പ്രേക്ക് എന്താ നല്ല മണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിന്നെ പൈസ അങ്ങോട്ട് വന്നു തുടങ്ങിയപ്പോ സുധിച്ചേട്ടന്റെ സ്പ്രേ നാറിയ സ്പ്രേ ആയിട്ട് മാറി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിന്റെ കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കണം. നീ ആരെ ഈ കേരളത്തിലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അരി മേടിക്കാൻ കാശിട്ട് കൊടുക്കുന്ന ആളാണോ നീ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നീ ഈ ചാനൽ അടിച്ചു കളഞ്ഞാൽ എനിക്കൊരു കോപ്പുമില്ല. ഞാൻ പറയാനുള്ള കാര്യം പറയുന്നേ ചെയ്യും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? രേണുവിന്റെ അഹങ്കാരം കുറയണം. പൈസക്ക് വേണ്ടിട്ട് നീ ഇങ്ങനെ കൈ നീട്ടി യാചിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പുസ്തകം മേടിക്കാൻ കാശില്ല, കൊട മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എത്രയോ ആൾക്കാര് വീടില്ല, കേറി കിടക്ക ഒരു സ്ഥലമില്ല. മനസ്സിലാവണം, അത്രയും ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ആൾക്കാരുണ്ട്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നിനക്ക് മാത്രം എന്താ ഇത്രയ്ക്ക് മാത്രം ഒരു കൊമ്പ് മുളച്ചിരിക്കുന്നത്? നിനക്ക് മാത്രം എന്താ? നിന്റെ അമ്മയും നിന്റെ അച്ഛനും ആൾക്കാരും ഈ എക്സ്ക്ലൂസീവ് രംഗങ്ങളൊന്നും അറിയണമെന്നില്ലേ? നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്. ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ വക ടീംസിനെ ഒന്നും പോയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യല. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോഴും കുറെ എണ്ണ ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ട് പൊക്കി പാടുന്ന ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ എത്രയോ പാവങ്ങൾ, എത്രയോ കേറി കിടക്കുന്ന സ്ഥലമില്ലാതെ നടക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബക്കാരെ നിങ്ങളെ കൊണ്ട് പറ്റിയെങ്കിൽ ഒന്ന് സഹായിക്കും. അത് വലിയൊരു പുണ്യമായിട്ട് മാറും. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിട മോനെ പട്ടിച്ചെറ്റ ഫെർണാണ്ടോ. സാറേ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.